ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യമായ വേദിക്കായി ഞാൻ പ്രാരംഭമായി സർവമഹത്വവും പുകഴ്ചയും പ്രശംസയും ഹൃദയപൂർവ്വം ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇവിടെ ആഗതരായിരിക്കുന്ന ബഹുമാനരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകരും ഇന്നത്തെ ഈ ശുശ്രൂഷകൾക്ക് വളരെ അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകുകയും ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുകയും ചെയ്ത ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ ഡി മണിക്കുട്ടൻ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കേണ്ടതിനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ ദൈവമക്കൾ, മനോഹരമായ നിലയിൽ ആത്മനിറവിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വാത്സല്യ ദൈവദാസിമാർ, പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും, ഒപ്പം ഓൺലൈൻ വഴിയായി വിവിധ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റുകളിലുമായിരുന്ന് ഇത് തത്സമയം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ എല്ലാ നിലയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 2026 5-ാമത്തെ മാസം 9-ാമത്തെ ദിവസം അല്ലേ? ഈ 2-ാം ശനിയാഴ്ച ക്രമീകരിക്കപ്പെട്ട ഈ ആത്മീയ സംഗമത്തിൽ നമുക്ക് ഏവർക്കും ഒത്തുചേരുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. പിന്നിട്ടതായ ദിനരാത്രങ്ങളിലൊക്കെ ദൈവം നമ്മെ എല്ലാവരെയും അത്ഭുതകരമായി പരിപാലിക്കുകയും നമ്മെ കരുതുകയും ചെയ്ത ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ളതായ വിലപ്പെട്ട സമയം ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാന്യ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഖിലേന്ത്യ ഇടയ സംഗമത്തിൻ്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് രാജ്യവ്യാപകമായി ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനും വേണ്ടി വിശ്രമരഹിതനായി ഈ തലമുറയിൽ അദ്ദേഹം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇടയ സംഗമത്തിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ വരികയും ഞങ്ങൾക്കൊരുമിച്ച് ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനുമൊക്കെയുള്ളതായ അവസരങ്ങൾ ദൈവം നൽകി. ആ സ്നേഹത്തിന് വിഘ്നം കൂടാതെ ഇന്നയോളം തുടരുവാൻ ദൈവം നൽകുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് ദൈവം ഈ തലമുറയിൽ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തോടൊപ്പം തന്നെ നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റിതര ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുവാനും അതിനുവേണ്ടി പ്രയോജനപ്പെടുവാനുമൊക്കെ ദൈവം വിശേഷാൽ അഭിഷേകം നൽകിയിട്ടുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിലകളിലൊക്കെ കർത്താവ് തൻ്റെ ദാസനെ പിന്നെയും അനുഗ്രഹിക്കട്ടെ, തൻ്റെ പ്രവർത്തനത്തെ മാനിക്കട്ടെ, വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. ഇന്നലകളിൽ കൈമാറിയിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തീകരിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട നാളുകളായി ഈ 2026 മാറട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥനയോടുകൂടെ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം ഒരാവർത്തിയുടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് ഇന്ന് പകലിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യോഗത്തിൻ്റെ ആശീർവാദ സമയം ബഹുമാന്യ ദേവദാസൻ മുൻകൂട്ടി ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനി എപ്പോൾ ആശീർവാദം പറയും എന്നൊരു ടെൻഷൻ നമുക്ക് വേണ്ട. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതുവരെ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രത ഹൃദയത്തോടെ ദൈവസന്നിധിയിലിരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പിന്നെ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് എത്ര അർജൻറ്റ് കോള് വന്നാലും ദയവ് ചെയ്ത് ഈ യോഗത്തിനെ ലക്ഷ്യമാകും വിധം നിങ്ങൾ ഫോണും എടുത്ത് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കരുത് എന്നുകൂടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആശീർവാദം പറയുന്നത് വരെ നിങ്ങളെല്ലാവരും ആത്മീയ അച്ചടക്കത്തോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവശബ്ദം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ വന്ന എത്ര ദൈവമക്കളുണ്ട്?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. മാനുഷിക വാക്കുകൾക്കോ ചിന്തകൾക്കോ ആശയങ്ങൾക്കോ ഒന്നും നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിന് കരുത്ത് പകരാൻ കഴിയുകയില്ല. അതിനപ്പുറത്ത് ദൈവ ശബ്ദം കേൾക്കുവാൻ നമുക്കിടയായാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദൈവിക വിടുതലുകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിപ്പാനിടയാകും. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുകയാണ്. ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്തെ വചനധ്യാനത്തിന് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നിന്ന് ഒരു വേദഭാഗം ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായി എല്ലാവരും ഒന്ന് ബൈബിൾ എടുക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വേദവാക്യങ്ങൾ നമ്മൾ ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ചേർന്നാണ് വായിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കാനായിട്ട് പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കാണുന്നവരും ഈ കൂടെ കണ്ടേക്കാം, അല്ലേ? നമ്മൾ കഴിഞ്ഞ 50, 40, 30, 20 കൊല്ലമൊക്കെയായി പുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണാത്ത പല വാക്യവും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വട്ടപ്പാറക്കാർ സത്യം പറഞ്ഞതിനായിട്ട് സ്വത്രം. അപ്പം അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത് ചിലരെങ്കിലും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. പ്രവാചക ശിഷ്യന്മാർ എല്ലാവരും ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി അതിൻ്റെ 7-ാമത്തെ വാക്യം ഒരാവർത്തിയോടെ വായിക്കാം. ആമേൻ. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാലും അവൻ കൈ നീട്ടി അത് എടുത്തു. ഒരാവർത്തി കൂടെ, അവൻ കൈ നീട്ടി അത് എടുത്തു. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളുടെ ശിരസ്സുകളെ വണക്കി ഒരു നിമിഷം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താലും അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാലും ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ, ഇടം വലംബിരിക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ, നിങ്ങളുടെ പുറമെയുള്ള നയനങ്ങൾ അടച്ച് അകക്കണ്ണുകൾ തുറന്ന് അധരങ്ങളെ ചലിപ്പിച്ച് അല്പസമയം ശബ്ദമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നയാൾ സ്തോത്രം പറഞ്ഞെങ്കിലേ ഞാനും സ്തോത്രം പറയത്തുള്ളതുള്ള നിർബന്ധത്തോടിരിക്കരുത്. എനിക്ക് മുമ്പോ പുറകോ ഇരിക്കുന്ന വ്യക്തി ദൈവത്തെ സ്തുതിച്ചാൽ മാത്രമേ ഞാൻ ദൈവത്തെ സ്തുതിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കുമില്ലല്ലോ. ആര് സ്തുതിച്ചാലും ഇല്ലെങ്കിലും, ആര് സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും, ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപ, ഞാൻ അനുഭവിക്കുന്ന ആത്മാവിൻ്റെ വലിയ വ്യാപാരം, ഹല്ലേലൂയ, അതനുഭവിക്കുന്ന എനിക്ക് മൗനമായിരിക്കാൻ കഴിയില്ല. ഞാൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുകയാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുകയാണ്. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ഒന്ന് കരങ്ങളെ ചലിപ്പിച്ച് അധരങ്ങളെ തുറന്ന് അകത്ത് പ്രാപിച്ച് ഈ അഭിഷേകത്തിന് നിറവിനൊത്തവണ്ണം, ദൈവകൃപയ്ക്കൊത്തവണ്ണം ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് പര്യന്തം തിരുസന്നിധിയിൽ ഇരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. വായിക്കപ്പെട്ട തിരുവെഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളോട് തുടർന്ന് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായി അടിയനെയും അധികാരപ്പെടുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരാവർത്തി കൂടെ കരവും ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനി ദയവായി നിങ്ങളെല്ലാവരും ബൈബിൾ അടച്ചു വെച്ചുകൊള്ളുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ചോദിക്കട്ടെ, ഈ കൊടുക്കുന്നത് അനുഗ്രഹമാണോ? ആണോ? അനുഗ്രഹമാണെന്ന് പക്ഷമുള്ളവരൊക്കെ കൈപൊക്കി. കൈപൊക്കി പൊക്കുക മാത്രമല്ല, ആൻറ്റി അതിനോടുകൂടി ഒരു ഹല്ലേലൂയയും കൂടെ പറഞ്ഞു. അപ്പോൾ കൊടുക്കുന്നത് എന്താണ്? അനുഗ്രഹം അല്ലേ? കൊടുക്കുന്നത് എന്താണ് പാസ്റ്ററെ? അനുഗ്രഹം. ഇനി അല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ തിരിച്ച് കോട്ടയത്തേക്കുള്ള പോക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട്. ഇനി കോട്ടയത്തേക്ക് തിരിച്ചുള്ള പോക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറയുന്നു, കൊടുക്കുന്നത് അനുഗ്രഹമല്ല. കൊടുക്കുന്നത് അനുഗ്രഹം അല്ല. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ പാസ്റ്റ് ദുരുപദേശം പറയാനാണോ വന്നതെന്ന്? അല്ലേ? അല്ല, ഉപദേശം പറയാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നത് അനുഗ്രഹമായിരുന്നെങ്കിൽ ബ്രദറെ, ഈ അനന്യാസും സഫീറയും മരിക്കാമായിരുന്നോ? പറ. അവർ മരിക്കാൻ പാടുണ്ടോ? അവർ കൊടുത്തില്ലേ? കൊടുത്തോ ഇല്ലയോ? എങ്ങനെ കൊടുത്തെന്നുള്ളതല്ല, കൊടുത്തോ ഇല്ലയോ? കൊടുത്തു അല്ലേ? അപ്പോൾ ഒരു കൊടുത്തത് അനുഗ്രഹമാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? മരിക്കാൻ പാടില്ല. കൊടുത്തങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? മരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത് എന്തല്ല? പറ. അത് നമ്മൾ തെളിയിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാനൊരു വാക്യം നിങ്ങളോട് പറയാം. സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ആരംഭം ഞാൻ പറയും, അതിൻ്റെ ബാക്കി നിങ്ങൾ പറയണം. രണ്ടാം ഭാഗം നിങ്ങൾ പറയണം. അന്വേഷിപ്പീൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അന്വേഷിപ്പീൻ, മുട്ടുവീൻ, യാചിപ്പീൻ, കൊടുപ്പീൻ. ഈ ആദ്യത്തെ 3 ആൻസർ പറഞ്ഞതുപോലെയാണോ അവസാനത്തെ പറഞ്ഞ? സത്യമേ പറയാവൂ. ആണോ? അത്രയും ശബ്ദത്തിലാണോ പറഞ്ഞ്? അത്രയും ആളുകൾ പറഞ്ഞോ? പറഞ്ഞോ ബ്രദറെ? ഇല്ല. അന്വേഷിപ്പീൻ, യാചിപ്പീൻ, മുട്ടുവീൻ, കൊടുപ്പീൻ, എന്നിട്ടും എല്ലാവരും പറഞ്ഞില്ല. അപ്പം അതിൻ്റെ അർത്ഥം, കൊടുക്കുന്ന കാര്യത്തിൽ മുട്ടാൻ എളുപ്പമാണ്, യാചിപ്പിന് ഇഷ്ടമാണ് അല്ലേ? അന്വേഷിക്കാനൊക്കെ ആവേശമാണ്. പക്ഷേ പറഞ്ഞേ, അത് ഇവിടുത്തെ മാത്രമല്ല, മൊത്തം മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൊടുക്കുന്നത് നമുക്ക് അനുഗ്രഹമാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ബോധിച്ചതുപോലെ കൊടുത്തിട്ട് കാര്യമില്ല. ഇന്ന് പകൽ കൊടുക്കുന്നത് അനുഗ്രഹമായി പരിണമിക്കണം. അപ്പോൾ കൊടുക്കുന്നത് അനുഗ്രഹമായി പരിണമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ശ്രദ്ധിക്കുക. കൊടുക്കേണ്ടവന് കൊടുക്കേണ്ടതുപോലെ കൊടുത്തെങ്കിൽ മാത്രമേ കൊടുക്കുന്നത് അനുഗ്രഹമാകൂ. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കൊടുക്കേണ്ടവന് കൊടുക്കേണ്ടതുപോലെ കൊടുത്തെങ്കിൽ മാത്രമേ കൊടുക്കുന്നത് അനുഗ്രഹമായി മാറുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ മീറ്റിംഗിന്റെ ആരംഭത്തിങ്കൽ തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നീ ദൈവത്തിനായി അർപ്പണം ചെയ്യാൻ കൊണ്ടുവന്നതൊന്നും, ദൈവത്തിനായി കൊടുക്കാൻ കൊണ്ടുവന്നത് പോലെ തിരിച്ചു കൊണ്ടുപോകരുത്. ഇന്ന് പകൽ കൊടുക്കേണ്ടവന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ നീ മനസ്സുവെച്ച ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ പ്രതീക്ഷകൾക്ക്
അപ്പുറത്തൊരു ദൈവമഹത്വം, നീ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി നിന്നെ ആദരിക്കാം. ഓ കരുത്തുള്ള ഒരുവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അല്പസമയങ്ങൾ അധരങ്ങളെ തുറന്ന് ദൈവത്തിനു സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയട്ടെ. ആരാധന കൊടുക്കാൻ, സ്തുതി കൊടുക്കാൻ, മഹത്വം കൊടുക്കാൻ, പ്രശംസ കൊടുക്കാൻ. ഹല്ലേലൂയ. ആവേശത്തോടെ വന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അവരുടെ ആധരങ്ങൾ തുറക്കാതിരിക്കരുത്. അങ്ങനെ ഉള്ളവരുടെ കരങ്ങൾ ചലിക്കാതിരിക്കരുത്. ഇന്ന് പകൽ ആധരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് പ്രശംസ അർപ്പിക്കുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ മടി ഇല്ലാത്ത പ്രിയപ്പെട്ടവരോട് ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അവൻ പരിധിയില്ലാതെ വണ്ണം ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ്. തിരിച്ചറിയുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് ഇന്ന് പകലിൽ നമ്മെ എല്ലാവരെയും തുടർന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അല്പസമയത്തെ വചനധ്യാനത്തിന് വേണ്ടി വായിച്ച് കേട്ടത്. ഈ വാക്യത്തെ ആസ്പദീകരിച്ച് നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു പിടിക്കുക. എന്താണ്? എന്നുറക്കെ പറഞ്ഞേ, തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവ ശബ്ദം, ഹല്ലേലൂയ, കുറഞ്ഞ പക്ഷം അടുത്ത മാസത്തെ മീറ്റിങ്ങിന് വരുന്നത് വരെ എങ്കിലും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിൽ കേട്ട ദൈവശബ്ദം ആരെങ്കിലും ഓർത്തിരിപ്പുണ്ടോ? വന്ന പാസ്റ്ററെ മറന്ന് പിന്നെ പ്രസംഗിച്ച പ്രസംഗം അല്ലേ? സ്തോത്രം. ഓർത്തിരിക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് പകലിൽ ഈ ദൈവശബ്ദം, ഈ ദൈവാലോചന നിങ്ങൾ കുറിക്കൊള്ളുവാൻ ഇടയാകട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമ്മൾ തുടർന്ന് ശാന്തമായി ഈ ദൈവവചനം ആഴത്തിലൊന്ന് പഠിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 7 വാക്യങ്ങളുള്ള 6-ാം അധ്യായത്തിലെ ആദ്യ പാരഗ്രാഫിനകത്തുള്ള സന്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും 1000 ആവർത്തി വായിച്ചിട്ടുണ്ടാവാം, വായിച്ച് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവും ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പുതിയ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പ്രവാചകനായിരിക്കുന്ന എലീശായുടെ അടുക്കൽ ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഗുരു, നമ്മൾ പാർക്കുന്ന ഈ ഇടം വളരെ ഇടുക്കമാണ്. അതുകൊണ്ട് ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ എന്ത് ചെയ്യാം? ഓരോ മരം മുറിക്കട്ടെ എന്ന് പറഞ്ഞു. പോകാൻ അനുവാദം കൊടുക്കുന്നു. അപ്പോൾ അതിൽ ഒരുത്തൻ പറഞ്ഞു, യജമാനൻ കൂടെ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? വരണം. ആ ആവശ്യത്തെ പരിഗണിച്ച് പ്രവാചകനും അവരുടെ കൂടെ പോകുന്നു. മരം മുറിക്കുന്നു. ഒരാളുടെ കോടാലി എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ പോകുന്നു. ആ ആയുധം നഷ്ടപ്പെട്ടവൻ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കോടാലി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഉടനെ ഒരു കമ്പ് വെട്ടി വെള്ളത്തിലോട്ടിടുന്നു. കോടാലി പൊങ്ങി വരുന്നു. അവനോട് പറഞ്ഞു, അത് എടുത്തുകൊള്ളുക. അവൻ കൈ നീട്ടി എടുത്തു. ഗ്ലോറി, രക്തം, ജയം. ഇത്രയല്ലേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രസംഗിച്ചിട്ടും കാര്യമില്ലല്ലോ. കാര്യമെല്ലാം പിടികിട്ടിയില്ലേ? സ്തോത്രം. എങ്കിലും നമ്മൾ അതിൽ ഓരോ വാക്യങ്ങളും, ഈ 7 വാക്യങ്ങൾ അല്പസമയം നമ്മളൊന്ന് ആത്മാവിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഈ വചനത്തോടൊപ്പം ഒന്ന് യാത്ര ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സന്തോഷമുള്ളവർ കരവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനായി എലീശായുടെ അടുക്കൽ വന്നിട്ട് ഒരാവശ്യം ഉന്നയിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? യജമാനനെ, ഞങ്ങൾ പാർക്കുന്ന ഇടം വളരെ ഇടുക്കമാണ്. അതുകൊണ്ട് ഈ ഇടുക്കത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗം ഞങ്ങൾ കണ്ടെത്തി, അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് അവർ പ്രവാചകനുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം വളരെ ഇടുക്കമാണ്. ആ വാക്യത്തിൻ്റെ പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭൂതകാല പ്രയോഗമല്ല, ഭാവിക
ആദികാല പ്രയോഗമല്ല, പ്രത്യുത വർത്തമാനകാല പ്രയോഗമാണ് ഈ വാക്യം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ത്? ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല അവർ പറയുന്നത്, നാളെ എന്താകുമെന്നുമല്ല അവർ പറയുന്നത്. പ്രത്യുത അവരുടെ ഇപ്പോഴത്തെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച്, അവർ അനുഭവിക്കുന്ന ഇന്നത്തെ പരിമിതിയെക്കുറിച്ച് അവർ പ്രവാചകന് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മളിൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ നമുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണ് ചോദിച്ചാൽ, നമുക്ക് ഇന്നലകളിൽ എന്തായിരുന്നു എന്ന് പറയാൻ പലർക്കും ആവേശമാണ്, അല്ലെ? ഇന്നലകളിൽ എന്തായിരുന്നുവെന്ന് പറയാൻ പലർക്കും ആവേശമാണ്. പ്രത്യേകിച്ച് പാസ്റ്റർമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തൊക്കെ ഇന്ന് സീറോ ആണെങ്കിലും ഇന്നലെ ഹീറോ ആയിരുന്നതിനെ കുറിച്ച് പറയാൻ ഭയങ്കര ആവേശമാണ്. ഇന്നലെ ഞങ്ങൾ ഇന്നലകളിൽ അവിടെ ആയിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഭൂതത്തെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു എന്ന് പറയാൻ പലർക്കും ആവേശമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇനി ഇന്നലകളെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരും പിന്നിലല്ല, പ്രത്യുത അവർ നാളെ ഒരവസരം കിട്ടിയാൽ, നാളെ ഒരു സാധ്യത ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമാണ് എന്ന് പറയുന്നവരാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനേക്കാൾ നാളെ എന്താകുമെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമെന്ന് പറയുന്നത് ഇന്ന് എന്തായിരിക്കുന്നു എന്ന് പറയുന്നതിലാണ്. ഓ, കാര്യം മനസ്സിലാകുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനേക്കാൾ നാളെ എന്താകും എന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇപ്പോൾ ഇന്ന് നീ ആരായിരിക്കുന്നു എന്നുള്ളതിലാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നലകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തവരാകാം, ഇന്നലകളിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചവരാകാം, ഇനി അവസരങ്ങളും സാധ്യതകളും പലതും ലഭിച്ചിട്ടും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവർ, നാളെ ഒരവസരം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറയുന്നവരാകാം. എന്നാൽ പറയട്ടെ, ഇന്നലകളെ കുറിച്ച് ആവേശം കൊള്ളുന്നവരെക്കാൾ, നാളെയെ കുറിച്ച് ആവേശം കൊള്ളുന്നവരെക്കാൾ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യം ഇന്ന് എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നവരെയാണ്. ഓ, എത്ര പേർക്ക് കാര്യം മനസ്സിലായി? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആകാൻ, ഇന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ തലമുറയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ഒരു അസാധാരണമായ അഭിഷേകത്തെ, അസാധാരണമായ ഒരു ദൈവകൃപയെ ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സൗണ്ട് ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ചിലർ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നി ഞാൻ പറയുന്നൊന്നും പിടികിട്ടുന്നില്ലെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ചല്ല അവർ പറയുന്നത്, നാളെ എന്തെങ്കിലും ആകുമെന്നതിനെ കുറിച്ചുമല്ല പറയുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇപ്പോൾ ഇടുക്കമുള്ളതാണ്. ഇന്ന് പകൽ ശ്രദ്ധിക്കപ്പെടട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നത്തെ ആത്മീയ നിലവാരത്തെ കുറിച്ച്, ഇന്നത്തെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തെ കുറിച്ച് ബോധ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണ് ചോദിച്ചാൽ, അവനവന്റെ കാര്യത്തിൽ നല്ല പിടിയില്ലെങ്കിലും വല്ലവന്റെ കാര്യത്തിൽ വല്ലാത്ത പിടിപാടാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവനവന്റെ നിലവാരം എങ്ങനെയുണ്ടെന്നുള്ളതിനെ കുറിച്ചും, ജീവിതം എങ്ങനെയാണെന്നെ കുറിച്ചും, കുടുംബം എങ്ങനെയാണെന്നതിനെ കുറിച്ചും, ശുശ്രൂഷ എങ്ങനെയാണെന്നതിനെ കുറിച്ചും, ആത്മീയത എങ്ങനെയാണെന്നതിനെ കുറിച്ചും ഒക്കെ ബോധ്യമില്ലെങ്കിലും ഇടംവലം ഇരിക്കുന്ന ആളുകളുടെ കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ പറയും.
Praise the Lord. ഇന്ന് പകൽ പറയട്ടെ, ഇടവും വലവും മുമ്പും പിറകും ഇരിക്കുന്നവരുടെ ആത്മീയത എങ്ങനെയുണ്ടെന്നുള്ളതല്ല ചോദ്യം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിരച്ചുണ്ടി ചോദിക്കുന്നു, നിന്റെ ഇന്നത്തെ ആത്മീയ നിലവാരത്തെ കുറിച്ച്, ഇന്നത്തെ നിന്റെ വിശ്വാസത്തിന്റെ നിലവാരത്തെ കുറിച്ച് ദൈവം മറ്റാരിലേക്കും ഫലമേൽപ്പിക്കാതെ നിന്നെ മാത്രം വിശ്വസ്തനെന്ന് കണ്ട് ഫലമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ വർത്തമാനകാല സാഹചര്യത്തെ കുറിച്ച് ബോധ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അത് തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അത് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഇത് പകൽ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒരു സമയത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാണ്, ഒരു സമയത്ത് പ്രവാചക ശബ്ദമായി മാറിയവരാണ്, ഒരു സമയത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുത്താൻ മുഖാന്തരങ്ങളായി മാറിയവരാണ്, ഒരു സമയത്ത് ദൈവത്തിന്റെ ആലോചന വിഘ്നം കൂടാതെ ഹല്ലേലൂയ പറയാൻ നിങ്ങൾ അധികാരപ്പെട്ടവരാണ്. പക്ഷേ പലരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവം ഏൽപ്പിച്ച പലതും നഷ്ടപ്പെടുത്തി നിഷ്ക്രിയരായി നിൽക്കുന്നവരുണ്ടെങ്കിൽ, കൈമോശം വന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു പറയട്ടെ, ഈ ദിവസം 2026 അഞ്ചാമത്തെ മാസം 9ാമത്തെ ദിവസം വിശ്വസിക്കാൻ നീ തയ്യാറാണെന്നുണ്ടെങ്കിൽ, മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്നത്തെ ഇടുക്കത്തെ മാറ്റി വിശാലതയിലേക്ക് കൊണ്ടുവന്ന് ദൈവം നിന്റെ മേൽ അസാധാരണമായ ഒരു അഭിഷേകത്തെ പകർന്ന് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ഏലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകനെയാണ് 6ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏലീശ എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ രംഗപ്രവേശനം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 19ാം അധ്യായം 19ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിച്ചാലും 1 രാജാക്കന്മാർ 19:19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 ഏർക്കാളപ്പൂട്ടി ഉഴവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ അവൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്നു തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. അടുത്ത വാക്യം കൂടെ. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. നോക്കുക, ഏലീശായുടെ രംഗപ്രവേശനം 1 രാജാക്കന്മാർ 19:19 കാണുവാൻ കഴിയുന്നു. ആ കാലഘട്ടത്തിലെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് കടന്നു വരുമ്പോൾ നോക്കുക, വയലിൽ 12 കാളയെ പൂട്ടി ഏലീശ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുന്ന ഏലീശായെ കണ്ടപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്നിട്ട് അവന്റെ മേലുള്ള പുതപ്പ് അവന്റെ മേൽ ഇട്ടു. എന്നിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏലീശ കാളയെ വിട്ടു അവന്റെ പിന്നാലെ ഓടി. 2 പദപ്രയോഗങ്ങൾ, 1 വിട്ടു, 2 ഓടി. ഇന്ന് പകൽ ഓട്ടക്കാരെ അല്ല ദൈവത്തിന് ആവശ്യം, വിട്ടിട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ വിടേണ്ടതിനെ വിട്ടിട്ട് ഓടാൻ തയ്യാറാകുന്നവരെ ഇന്ന് പകൽ ദൈവം അന്വേഷിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓടുന്നവർ അനേകരാണ്, ഓട്ടക്കാർ ധാരാളമുണ്ട്. എന്നാൽ ഇന്ന് പകൽ വിടേണ്ടതിനെ വിട്ടിട്ട് ഗുഡ് ബൈ പറയേണ്ടതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് പുറത്താക്കേണ്ടതിനെ പുറത്താക്കി ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുറപ്പിച്ചോടാൻ കരുത്തുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. അതിന് തയ്യാറാകുന്നവരുടെ മേൽ ഈ കാലഘട്ടത്തിൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന അതിമഹത്തായ ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ആമേൻ. നോക്കുക, ഏലീശ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, എബ്രായർ 12:1 ഇങ്ങനെ പറയുന്നു, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ബാക്കിയെന്ന് പറഞ്ഞേ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട്
പദം നിങ്ങൾ വിട്ടുകളയരുത്. എന്താണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്ന് പകൽ വിടാൻ നീ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്റെ മേൽ അസാധാരണമായി ഒന്നിന് പകരാൻ എന്റെ ദൈവം മതിയായവനാണ്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്ന് പകൽ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ, ഹല്ലേലൂയ, നിന്നെ അസാധാരണമായി ഒന്നിനു വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ വിടാൻ നീ തയ്യാറാണെന്നെങ്കിൽ മാത്രമേ ആ ദൈവപ്രവൃത്തി നിന്നിൽ സംഭവിക്കുകയുള്ളൂ. ആമേൻ. എലീശ എന്ത് ചെയ്തു? കാളയെ വിട്ടു. എന്ത് ചെയ്തു? ഏലിയാവിന്റെ പിന്നാലെ ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകലിൽ എത്ര പേർക്ക് ദൈവഹിതത്തിന് വിപരീതമായി, ദൈവവചനത്തിന് വിപരീതമായി ജീവിതത്തിൽ ഉയർന്നു വരുന്ന ജഡത്തിന്റെ പ്രവർത്തികളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിട്ടിട്ട് ഓടുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് പകലിൽ അങ്ങനെ ഓടുന്നവരുടെ മേൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുവാൻ ആഗ്രഹിക്കുന്നു. പുതപ്പ് വീഴുവാൻ ഇടയായി തീരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് പകലിൽ നിന്റെ ആത്മീയ മുന്നേറ്റത്തിനെതിരെ, ശുശ്രൂഷകളുടെ അഭിവൃദ്ധിക്കെതിരെ, അഭിഷേകത്തിന്റെ വർധനവിനെതിരെ നിന്റെ മേൽ ഈ തലമുറയിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിമഹത്തായ ദൈവിക പദ്ധതികൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എന്തിനെ ആത്മാവിൽ പിടിച്ചടക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ആത്മാവിൽ പിടിച്ചടക്കിക്കൊണ്ട് ദൈവകൃപയിൽ മുന്നേറാൻ തയ്യാറായി തീർന്നാൽ അന്യഭാഷയുടെ അകമ്പടി ഇല്ലാതെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഇന്ന് പകൽ ഒരു ശക്തികൾക്കും നിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിൽ അതിമഹത്തായ ഒന്നിനു വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? നോക്കുക, കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുന്ന ഏലീശയെ കണ്ടപ്പോൾ ഏലിയാവ് അവന്റെ മേൽ തന്റെ തോളിൽ കിടന്ന് പുതപ്പെട്ടു. അനന്തരമായി അവൻ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിരിക്കുന്ന, ഹല്ലേലൂയ, സ്ത്രീ പുരുഷ ഭേദമന്യേ, ഹല്ലേലൂയ, ചിലരെ ദൈവം ചിലതിന് വേണ്ടി അഭിഷേകം ചെയ്യുന്ന പകലാണ്. കേട്ടോ മണിക്കൂട്ടൻ പാസ്റ്റേ, ഇന്ന് പകലിൽ ചിലരെ വിശേഷാൽ ഒന്നിനു വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആൾക്കൂട്ടത്തിനകത്ത് ഒരുവനായിരിക്കാൻ അല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടത്തിനകത്ത് ഒരുവളായിരിക്കാൻ അല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ തിരിച്ചറിയുക, അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ആ ബോധ്യത്തോടെ നീ മുന്നോട്ട് വരാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം മനുഷ്യരെ ആരുടെയും അനുവാദമില്ലാതെ അസാധാരണമായ ഒരു അഭിഷേകം, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചേർന്നൊരു വാക്യോട് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 13:1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 13:1-2. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉണ്ടല്ലോ, ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും, ശ്രദ്ധിക്കുക, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ത്യോക്യ സഭയിൽ, ഹല്ലേലൂയ,
ഒരു കൂട്ടം ആളുകൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. ആമേൻ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ഉണ്ടായിരുന്നിട്ടും ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പാതി വഴിയിൽ വെച്ച് ഹല്ലേലൂയ പലതും അവസാനിപ്പിച്ച് സ്വയം ഒതുങ്ങിപ്പോയ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ദൈവം വിശ്വസ്ത എന്ന് കണ്ട് നിങ്ങളുടെ മേൽ പകർന്ന ശുശ്രൂഷ ദൈവം വിശ്വസ്തരെന്ന് കണ്ട് മറ്റാർക്കും കൈമാറാതെ നിങ്ങൾക്ക് മാത്രമായി പകർന്ന ആ ശുശ്രൂഷ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടുത്ത് പലതും അസ്തമിപ്പിച്ച് കളഞ്ഞവരുണ്ട്, പലരും നിർത്തിവെച്ചവരുണ്ട്. ഇന്ന് പകൽ അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവൻ നിന്നെ വിളിച്ചിരിക്കും വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മടങ്ങി വരാ, ഒന്ന് തിരിച്ചു വരാൻ നീ മനസ്സ് വെച്ചാൽ ഇന്നലകളിലെ പരാജയങ്ങളെ കണക്കിടാതെ ഇന്ന് പകലിൽ അവൻ നിന്നെ ഒരഗ്നി കഷ്ണമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എന്ത് ചെയ്യുവീൻ? വേർതിരിപ്പിൻ. ഇന്ന് പകൽ ഒരു വേർതിരിവിനകത്ത് നടക്കാൻ പോകുക. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ ഹല്ലേലൂയ രണ്ടാം ശനിയാഴ്ച ക്രമീകരിക്കപ്പെട്ട ഈ മീറ്റിംഗ് നിന്റെ ജീവിതത്തിൽ ഒരു വേർതിരിവിന്റെ പകലായി മാറാൻ പോകുക. ഇപ്പോൾ പോകുന്ന ഈ അനുഭവത്തിൽ നിനക്ക് പോകണമെങ്കിൽ പോകാം, അതിന് വിരോധമില്ല. പക്ഷേ ഇന്ന് പകലിൽ ദൈവം നിന്നിലൂടെ അസാധാരണമായതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഈ തലമുറയിൽ ദൈവപ്രവൃത്തി ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ തലമുറയെ കണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ മനസ്സോട് കൂടെ നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ തയ്യാറായ അന്ത്യോക്യ സഭയിൽ ബർന്നബാസിനെ ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് അതേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നീ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ബഹുമാന്യനായ അഭിഷക്തന്, നീ നിന്റെ കുടുംബത്തിന്റെ 4 ഭിത്തി കൊണ്ട് ഒതുങ്ങേണ്ടവളല്ല. നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ 4 ഭിത്തി കൊണ്ട് ഒതുക്കപ്പെടേണ്ടവളല്ല. അഭിഷക്തന്മാര്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭ കൊണ്ട് ഒതുക്കപ്പെടേണ്ടവരല്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വട്ടപ്പാറയെ അടിമുടി കീഴ്മേൽ മറിക്കേണ്ടതിന്, ഈ ട്രിവാൻഡ്രം പട്ടണത്തെ കീഴ്മേൽ മറിക്കേണ്ടതിന്, കേരളത്തിന്റെ ഉണർവിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തെ സുവിശേഷം കൊണ്ട് നിറയ്ക്കേണ്ടതിന് വേണ്ടി, ദൈവപ്രവൃത്തി ഈ തലമുറയിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഇതിനകത്ത് ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ സഹോദര നീയാണത്, സഹോദരി നീയാണത്. സമർപ്പിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മൂകപക്ഷം നോക്കാതെ നിന്നെ അതിനായി വേർതിരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. പാട്ടുണ്ടെങ്കിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ടുണ്ട്. ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട്. പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്. യോഗത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതിനെല്ലാം ഒരു പരിമിതി വച്ചിരിക്കുക, അതിനെല്ലാം ഒരു പരിധി വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഈ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഇടപാടല്ല. ഇന്ന് പകൽ പരിധികളെ പൊട്ടിച്ച് അഭിഷേകത്തിന്റെ ശക്തിയോടെ നിന്നെ പുറത്തു കൊണ്ടുവരാ. ഓ, എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് അസാധാരണമായ ഒന്നിനു വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ
ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് പകലിൽ വേർതിരിയാൻ എത്ര പേർ ആഗ്രഹമുണ്ട്? ആമേൻ. ഒരു ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ആത്മീയ തലങ്ങളിൽ ഹല്ലേലൂയ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതോ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ചേഞ്ച് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ മനസ്സോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ ഒരു അസാധാരണമായ ദൈവകൃപ വ്യാപരിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അപ്പോൾ എലീശ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി. ആ എലീശായുടെ അടുക്കലാണ് ഈ പ്രവാചകൻ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ പാർക്കുന്ന ഇടം വളരെ ഇടുക്കമാണ്. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കെല്ലാം ധാരാളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ഇന്നും പ്രവചന ശുശ്രൂഷ പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. ഇവിടുന്ന് കുറച്ച് നമ്മൾ തെക്കോട്ട് പോയാലൊക്കെ കാണാം. സ്ഥലവും പേരും ആളും ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു കൃപയല്ല ഇതൊന്നും. ഞാൻ ആ ഭാഗം വിടുക, ശ്രദ്ധിക്കുക. അപ്പോൾ പ്രവാചക ശിഷ്യന്മാർ വന്നിട്ട് ഞങ്ങൾ പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമാണ്. ഇനി ഇടുക്കമാണെന്ന് പറഞ്ഞിട്ട് ആ പരിമിതികൾക്കകത്തൊതുങ്ങിക്കൂടാൻ ഇവരെന്ത് ചെയ്തില്ല? തയ്യാറായില്ല. അവർ യജമാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം മുറിക്കട്ടെ. ഇനി ഇപ്പോഴത്തെ ഈ ഇടുക്കം, ഈ പരിമിതിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ളതിന്റെ ഉത്തരവാദിത്വം അവർ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഈ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മലയാളികൾ ആരും ഇല്ലാതിരുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രിവാൻഡ്രംകാരും ആരും ഇല്ലാതിരുന്നതിനായിട്ട് ഒരു സ്തോത്രം കൂടെ. നമ്മൾ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു മരം. പക്ഷെ ഇവരെന്താ പറഞ്ഞേ? ഓരോരുത്തൻ ഓരോ മരം മുറിക്കണം. അതിന്റെ അർത്ഥം ഈ പരിമിതിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം അവർ ഒരു സമൂഹമായിട്ടല്ല ഏറ്റെടുത്തത്, പിന്നെ വ്യക്തിപരമായിട്ട് ഏറ്റെടുത്തു. ഹല്ലേലൂയ. എന്ത് ചെയ്തു? വ്യക്തിപരമായി ഏറ്റെടുത്തു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, ആവേശവും ഉള്ളവരാണ്. ആവേശത്തിനൊന്നും നമ്മൾ പുറകിലല്ല, അല്ലേ? പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഈ ആരംഭശൂരത്വമാണ്, അല്ലേ? തുടങ്ങാൻ നമുക്കെല്ലാം ഭയങ്കര താല്പര്യം, പക്ഷെ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ, അല്ലേ, നമ്മൾ തുടങ്ങി വെച്ച എത്രയോ കാര്യം പകുതി വഴിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. ആണോ അല്ലയോ? ഡിസംബർ 31 വല്ലാത്ത തീരുമാനമൊക്കെ എടുക്കും. 3 മാസം കഴിയുന്നതിന്റെ പ്രാതന്തി മിണ്ടാതിരുന്നപ്പോൾ മനസ്സിലായി തെറ്റിച്ചെന്ന്, അല്ലേ? ശ്രദ്ധിക്കുക. ഇവിടെ ഇവർ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു? ഈ തീരുമാനം എടുക്കുകയാണ്, ഞങ്ങൾ ഓരോരുത്തൻ ഓരോ മരം എന്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, കൂടെ കൂടാൻ ആളുണ്ടെങ്കിൽ, ഒപ്പം ചേരാൻ ആളുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ ചിലർക്ക് ഭയങ്കര ആവേശമാണ്. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കുക, കൂടെ കൂടാൻ ആളുണ്ടെങ്കിൽ, ഒപ്പം ചേരാൻ ആളുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ താല്പര്യമുള്ളവനെ ദൈവത്തിന് വേണ്ട. എന്തും ചെയ്യാൻ ആവേശമുള്ളവനെ ആർക്ക് വേണ്ട? നിങ്ങളൊന്ന് പറഞ്ഞേ. ദൈവത്തിന് വേണ്ട. അങ്ങനെ വേണ്ടാത്തവന് ദൈവത്തിന് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവനെ ദൈവസഭയ്ക്കും വേണ്ട. പ്രൈസ് ദി ലോർഡ്. കൂടെ കൂടാൻ ആളുണ്ടെങ്കിൽ, ഒപ്പം ചേരാൻ ആളുണ്ടെങ്കിൽ, എന്തും ചെയ്യാൻ ആവേശമുള്ളവനെ ദൈവത്തിന് വേണ്ടെങ്കിൽ ദൈവസഭയ്ക്കും വേണ്ട. പിന്നെ ആരെയാണ് ദൈവത്തിന് ആവശ്യം? ശ്രദ്ധിക്കുക. കൂടെ കൂടാൻ ആളില്ലെങ്കിലും, ഒപ്പം ചേരാൻ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പടപൊരുത കരുത്തരായ ചില പടയാളികളെ എന്റെ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ യോഗത്തിനൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി, നേരത്തെ മുതൽ ആലോചിച്ചു. കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മോൻ ഇങ്ങനെ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ മാസത്തെ 2ാം ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന് എന്ത് ചെയ്യണം. അപ്പൊ തക്കതായ ഒരു കാരണം നമുക്ക് വന്നു. എന്തിനാ? പോകാനല്ല, ഇരിക്കാൻ. അപ്പൊ നമ്മൾ അടുത്ത ആന്റിയെ വിളിച്ചു. അപ്പൊ ചോദിച്ചു, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, നീ പോകുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഞാൻ പോകണമെന്നൊക്കെ ഓർത്തണം, പക്ഷെ ഇന്ന് നിന്നില്ല.
അപ്പൊ മറ്റേ ആന്റിയുടെ മറുപടി എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നീ പോകുന്നില്ലെങ്കിൽ സത്യല്ലേ? അങ്ങനെ നമ്മൾ നീ പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ലെന്ന് പറഞ്ഞ് എത്ര യോഗം മുടക്കിയേക്കുന്നു. ഹലോ, പലരും യോഗത്തിന് വരുന്ന മറ്റു പലരും വരുന്നുള്ളത് കൊണ്ടാ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, എത്ര കഠിനമായ പ്രതികൂലങ്ങളായിരുന്നാലും, ആരും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടെന്ന് പറയുന്ന ചിലതിനെയാണ് ദൈവത്തിന് വേണ്ടത്. ഓ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? ഇന്ന് പകൽ ആരാധിക്കാൻ ആരും പോകുന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിലും, സുവിശേഷീകരണത്തിന് വേണ്ടി നിൽക്കാൻ ആരുമില്ലെങ്കിലും, ഞാൻ ഉണ്ടെന്ന് പറയുന്ന ചിലതിന്, ഞാൻ റെഡിയാണെന്ന് പറയുന്ന ചിലതിന് ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമുണ്ട്. അവരിലൂടെ ദൈവം തന്റെ പദ്ധതികൾ, ദൈവം തന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുകയോ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ മനസ്സിലാകുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പലരെയും വിട്ടു. പക്ഷെ ബാക്കി 10 പേര് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു അല്ലേ? 2 പേര് പറഞ്ഞു. ആരൊക്കെയാ? 10 പേടിയുള്ള മല നോക്കിയിട്ട് കാല പറഞ്ഞു അതിങ്ങ് ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. പണ്ടത്തെ പോലെ ഓടാനും ചാടാനും പടവെട്ടാനുമുള്ള കരുത്തെനിക്കുണ്ടെന്ന് പറഞ്ഞു. പറയട്ടെ, കാലേബിന്റെ വാക്കുകൾ പ്രായത്തിൽ അധിഷ്ഠിതമായ വാക്കല്ല, പ്രായത്തിന് അതീതമായ ഒരു വാക്കാണ്. ഇന്ന് പകൽ നിന്റെ ബലഹീനതകളും പരിമിതികളിലേക്കും കണ്ണും നട്ട് നിന്നിലൂടെ ദൈവം ചെയ്യേണ്ട പ്രവർത്തികൾക്ക് നീ തടസ്സമാകരുത്. നീയായിട്ടതിന് തടസ്സമായി മാറരുത്. ഇന്ന് പകൽ ചിലതിനെ വെട്ടിപ്പിടിക്ക, ചിലതിനെ കാൽ കീഴാക്കി മാറ്റ, ചിലതിന്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്ത ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ബഹുമാനരായ അഭിഷക്തന്മാരെ, പ്രിയ ദൈവദാസിമാരെ, പ്രിയ യൗവനക്കാരെ, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങളിലൂടെ ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി, അത് നിന്നിലൂടെ തന്നെ ഈ തലമുറയിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ കൈകെട്ടിയിരിക്കേണ്ടവനല്ല, നീ ചുവട് പുറകോട്ട് മാറേണ്ടവനല്ല, നീ ഫലതും പറഞ്ഞു ഒഴിവാകേണ്ടവനല്ല. ഇന്ന് പകൽ ഈ കാലഘട്ടത്തിന് അടയാളമാക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ സമർപ്പിക്കാൻ ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ അതിനായിട്ട് വേർതിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉത്തരവാദിത്തം വ്യക്തിപരമായിട്ട് ഏറ്റെടുത്തു. ആമേൻ. ഉത്തരവാദിത്തം വ്യക്തിപരമായിട്ട് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വ്യക്തിപരമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് പകൽ അവരുടെ കരങ്ങൾക്ക് ദൈവം കരുത്തു പകരാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 20:24 ഇങ്ങനെ പറയുന്നു, എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ആമേ. കൂടെ കൂടാൻ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, ഒപ്പം ചേരാൻ ആരെല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ടല്ല. 20:24 പൗലോസ് ഇത് പറയുന്നത്, ആരും ഇല്ലെങ്കിലും എനിക്ക് വിഷയമല്ല, ഒപ്പം ചേരാൻ ആരും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ പ്രാണനേക്കാൾ ഞാൻ വിലമതിക്കുന്ന ഒന്നുണ്ട്, എന്റെ ജീവനേക്കാൾ ഞാൻ വിലമതിക്കുന്ന ഒന്നുണ്ട്. അതാണ് കർത്താവായ യേശു എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. അത് എനിക്ക് തികയ്ക്കണം. ആമേൻ. ഇന്ന് പകലിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല, പാതി വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകേണ്ട ഒന്നല്ല. ഹല്ലേലൂയ. സഭ മോശമാണെന്ന് പറഞ്ഞ്, വിശ്വാസികൾ ശരിയല്ലെന്ന് പറഞ്ഞ്, ആ ദേശത്ത് വല്ലാത്ത പോരാട്ടമാണെന്ന്
എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. ഇന്ന് പകൽ പ്രാണനേക്കാൾ വിലമതിക്കുന്ന ഒന്നാണ് ദൈവം നിന്നെ വിശ്വസ്തനെന്ന് കണ്ട് നിനക്ക് മാത്രമായി പകർന്നിരിക്കുന്ന ഈ ശുശ്രൂഷ. രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, അഭിഷിക്തന്മാരെ, ഇന്ന് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന നിലവാരത്തെക്കാൾ അല്പം കൂടെ ശുശ്രൂഷാപരമായി ആത്മീയപരമായി ഉയർത്തപ്പെടേണ്ട കാലം, നിങ്ങൾ ഉയർന്നു വരേണ്ട സമയം പണ്ടേ കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം നീ മറ്റാരുടെയും തോളിൽ വെക്കേണ്ടതില്ല. ഇന്ന് പകൽ പറയട്ടെ, അതിന് കാരണം, അതിന് തടസ്സം നിന്നത് നിന്റെ സഭയല്ല, നിന്റെ വിശ്വാസികളല്ല, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമല്ല, നിനക്കെതിരെ തല ഉയർത്തി അന്ധകാരത്തിന്റെ ശക്തികൾ ഒന്നുമല്ല. അതിന്റെ കാരണം നീ തന്നെയാണ്. ഇന്ന് പകൽ കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ മടങ്ങി വരാൻ നീ തയ്യാറായി തീർന്നാൽ നിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായി ഏറ്റെടുക്കാൻ മനസ്സ് വെച്ച. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ, നിങ്ങൾ ആ കുടുംബത്തിനകത്ത് പാദം ചവിട്ടിയിട്ടല്ലാതെ ആ കുടുംബം ദൈവകൃപയിലേക്ക് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്മാരോട് പറയട്ടെ, നിങ്ങൾ ചില രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ആ രോഗി സൗഖ്യമാകത്തില്ല. നിങ്ങൾ കടന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയത്തില്ല. ഓ ഹല്ലേലൂയ. നിന്റെ കൈക്കിഴി സ്നാനപ്പെടത്തക്ക വിധത്തിൽ ചിലർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ നീ വായി തുറന്നു സുവിശേഷം പറയുമ്പോൾ ദൈവകൃപയിലേക്ക് വരേണ്ടതിന് ചില കുടുംബങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് പകൽ ആ ദൗത്യം ഏറ്റെടുക്ക. നീ മടിക്കരുത്, നീ പുറകോട്ട് പോകരുത്. ഇന്ന് പകൽ ഒരു ആത്മനിയോഗത്തോടെ ഞാൻ കൈമാറുകയോ. യേശുവിന്റെ ഈ അധികാരമുള്ള നാമത്തിൽ ഈ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തുടങ്ങി വെച്ച കാര്യം നിർത്താൻ വലിയ കാരണമൊന്നും വേണ്ട, വലിയ കാരണമൊന്നും വേണ്ട. നമ്മളൊരു പാട്ട് പാടിയെന്ന് വിചാരിക്കുക. പാട്ട് പാടി ആൻറ്റിമാർക്ക് പ്രത്യേകം അഭിനന്ദനം, സ്തോത്രം. സ്വന്തമായിട്ടൊക്കെ എഴുതി പാടുന്നതിനായിട്ട് ഒരു അഭിനന്ദനം കൂടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാട്ട് പാടിയപ്പോൾ അത് പാടി വന്ന വഴിക്ക് അത് തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. കേട്ടുകൊണ്ടിരുന്നവരെല്ലാം കൂടെ കൈയുടെ ഒറ്റ ചിരി ചിരിച്ചെന്ന് വിചാരിക്കുക. ഇവിടെ ആരും ഇങ്ങനെ ചിരിച്ചില്ല, അതിനായിട്ടും സ്തോത്രം. ചിരിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ എടുക്കുന്ന നിലപാട് എന്നായിരിക്കും? റൈറ്റ് ആൻസറാ. ഇനി മേലിൽ ഞാൻ എന്തെത്തില്ല. അപ്പോൾ നമ്മുടെ മേൽ പാടാനുള്ള ദൈവകൃപ നിർത്താൻ അവരൻ്റെ ഒരു ഒറ്റ ചിരി മതി എന്നായി പറഞ്ഞു. കളിയാക്കി ഒറ്റ ചിരി ചിരിച്ചാൽ ആ ശുശ്രൂഷ എപ്പം നിർത്തിയെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? ഇനി നമ്മൾ എല്ലാ ആരാധനയ്ക്കും ഏത് യോഗത്തിനും മണിമണിയായിട്ട് വാക്യം വായിച്ചു കൊടുക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരു വാക്യം വായിച്ചപ്പോൾ എന്ത് ചെയ്തു? തെറ്റിപ്പോയി, അല്ലേ? കാവാലം പറഞ്ഞത് വായിറാണ്, അല്ലേ? വാക്യം വായിച്ചപ്പോൾ തെറ്റിപ്പോയി. തെറ്റിപ്പോയപ്പോൾ എല്ലാവരും ചിരിച്ചു. നമ്മൾ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? പറഞ്ഞേ. ഇനി മേലിൽ ആർക്കും ഞാൻ എന്ത് ചെയ്തില്ല, ഞാനും വായിക്കത്തില്ല, ഞാൻ ആർക്കും വേണ്ടി എന്ത് ചെയ്തില്ല, വായിച്ചു കൊടുക്കത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ നിർത്താൻ വലിയ കാരണമൊന്നും വേണ്ടെന്നായി പറഞ്ഞു വന്നേ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് ഈ വചനത്തോടൊപ്പം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. തുടങ്ങി വെച്ച പലതും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അവസാനിപ്പിച്ച പലരും ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നായി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ വിശ്വസ്തരെന്ന് കണ്ട് നിങ്ങൾക്ക് മാത്രമായി പകർന്ന ആ ദൈവകൃപ, ആമേൻ, അതിന്റെ വ്യാപാരത്തിൽ, അതിന്റെ വ്യാപനത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ, ചില പ്രതിസന്ധികളുടെ മുമ്പിൽ ഇതാണ് എൻ്റെ അനുഭവമെങ്കിൽ, ഇതാണ് എൻ്റെ പ്രതിഫലമെങ്കിൽ, ഇനി ഇത് ചെയ്യാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് ആ ഒരു താലന്തിൽ ലഭിച്ചവനെ പോലെ കുഴി കുഴിച്ച് മണ്ണിട്ട് മൂടിക്കളഞ്ഞ ചിലരിതിനകത്തിരിപ്പുണ്ട്, ചിലരിതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ കുഞ്ഞെ, നിന്നെ വിട്ടിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പോകത്തില്ല. ഇന്ന് പകൽ
പരിശുദ്ധാത്മാവ് നിന്നെ മറികടന്നു പോകത്തില്ല. ഈ ദൂത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് പകൽ അത് കുടിച്ചിട്ട ഇടത്ത് കിടക്കാനല്ല ആത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ ആധരത്തിലൂടെ പുറത്തു വരുന്ന വാക്കുകളിലൂടെ, പാട്ടുകളിലൂടെ, വചന ധ്യാനത്തിലൂടെ, തിരുവചന പ്രഭാഷണത്തിലൂടെ ചിലതിനെ പണിയ, ചില കുടുംബത്തെ നേരെയാക്ക, ചിലരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, 100% ബോധ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ് ഞാൻ ഈ ദൂത് കൈമാറുന്നത്. ഹല്ലേലൂയ. അന്യഭാഷയുടെ അകമ്പടി ഇല്ലാതെ ഈ ദൂത് ഞാൻ കൈമാറുന്നത് കൊണ്ട് ഈ ആലോചന ദൈവികമല്ലെന്നാരും കരുതണ്ട. ഇന്നലെ വരെ നീ ആരും അറിയാതെ ഹൃദയം പിടഞ്ഞ് ദൈവം മുൻപാകെ നിലവിളിച്ച നിലവിളിയുടെ ഉത്തരമെന്ന വണ്ണ് കർത്താവേ, എന്നെനിക്കൊരു മടങ്ങി വരവുണ്ടാകും. പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്ക്, ആ ശുശ്രൂഷയുടെ നല്ല കാലത്തിലേക്ക്, ആത്മീയത്തിന്റെ നല്ല കാലത്തിലേക്ക്, പ്രാർത്ഥനയുടെ നല്ല കാലത്തിലേക്ക്, ആരാധനയുടെ നല്ല കാലത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് അലമുറയിട്ട് കരഞ്ഞ വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ ആത്മാവിനെ തൊടുകയാണ്. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ഒരു സന്ദർശനത്തിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമേൻ. ആമേൻ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും നിന്നെ കളിയാക്കിയതിന്റെ പേരിൽ, ആരെങ്കിലും നിന്നെ പരിഹസിച്ചതിന്റെ പേരിൽ, ശരിയല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് നീ തുടങ്ങിയത് എന്തിനാ? നിന്നെ ഏൽപ്പിച്ചത്, അവസാനിപ്പിച്ചത് എന്തിനാ? ഇവരുടെ ആരുടെയെങ്കിലും അനുവാദം മേടിച്ചിട്ടാണോ ദൈവം നിനക്കിത് തന്നത്? ഒരച്ചാച്ചന്റെയും അനുവാദം ചോദിക്കാതെ നിന്റെ മേൽ പകർന്ന ഈ അഭിഷേകം എന്നതാണ്, നിന്റെ മേൽ പകർന്ന ശുശ്രൂഷ എന്നതാണ്, നിന്റെ മേൽ പകർന്ന ദൈവകൃപ എന്നതാണ് മറ്റുള്ളവരുടെ വാക്കിന്റെ മുമ്പിൽ ആടിയറവ് വയ്ക്കേണ്ടതല്ല, അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. ഇന്ന് പകൽ അതിനെ ഉയർത്തിപ്പിടിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി വിശ്രമരഹിതനായി അധ്വാനിക്കുവാൻ ഇന്ന് പകൽ ദൈവം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് വേണ്ടി വില കൊടുക്കാൻ നീ തയ്യാറാണോ? ദൈവനാമത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാണോ? വില കൊടുക്കുന്നവനെ അവഗണിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. വില കൊടുക്കാൻ നിൽക്കുന്നവനെ അവഗണിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. തിരുവെടുത്ത് പറയുന്നു, കൊരിന്ത്യർ 15 അവസാനത്തെങ്കിൽ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ. ബാക്കി പറഞ്ഞേ, കർത്താവിന്റെ വേലയിൽ വല്ലപ്പോഴും വർദ്ധിച്ചു വരാനല്ല, പിന്നെ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീ. അപ്പോൾ ഈ പ്രയത്നം കർത്താവിൽ എന്തല്ല? വ്യർത്ഥമല്ല. നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ശാപം മുറിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. ഏത് ശാപവും എന്ത് ചെയ്യും? ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്, സാമ്പത്തിക ശാപം മുറിക്കുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടില്ല, ഞാൻ ആ വഴി പോയിട്ട് വന്നതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി പറയട്ടെ, ഞാൻ അങ്ങ് വിടുക. പിന്നെ എത്ര കൃപാവര പ്രാപ്തം ഉള്ളവനായാലും ശരി, എത്ര വലിയ അഭിഷേകം ഉള്ളവനായാലും ശരി, മുറിച്ചാലും മുറിയാത്തൊരു ശാപമുണ്ട്, ശാസിച്ചാലും പോകാത്തൊരു ശാപമുണ്ട്. അത് 3 ഇരുന്നാൽ തീരില്ല, 7 ഇരുന്നാൽ തീരില്ല, 21 ഇരുന്നാൽ തീരില്ല, 40 ഇരുന്നാലും പോകത്തില്ല. ഇനി 41 ഇരുന്നെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല. ചിലർ അങ്ങനെയൊക്കെ ഇരുന്ന് കളയും. പോട്ടെ, അതേത് ശാപമാണെന്ന് പറയാമോ? ഏത് ശാപ? ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ എങ്ങനെയുള്ളവനാണ്? ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ. ബാക്കി പറഞ്ഞേ, ശപിക്കപ്പെട്ടവൻ. ശ്രദ്ധിക്കുക. അപ്പോൾ ഉദാസീനതയോടെ വേല ചെയ്താൽ എന്ത് ചെയ്യും? ആ ശാപം കൊണ്ടുവരാൻ പാറശാല എന്ന് പ്രത്യേകിച്ച് പിശാച് വരണമെന്നൊന്നും നിർബന്ധമില്ല, അത് ഇങ്ങ് വന്നോളൂ.
ഇനി അതിനെ ഇറക്കാൻ കാസർഗോഡ് ഒരു പ്രവാചകൻ വന്നാലും എന്ത് ചെയ്തില്ല, പോകത്തില്ല. ഒറ്റ പരിഹാര മാർഗ്ഗമുള്ളൂ, ഒന്നേകാൽ പരിഹാരമില്ല, ഉത്സാഹത്തോടെ വേല ചെയ്യാന്നുള്ള. ഉദാസീനതയോടെ വേല ചെയ്തതിന്റെ പേരിൽ, ഉദാസീനതയോടെ ശുശ്രൂഷ ചെയ്തതിന്റെ പേരിൽ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീയതയിൽ, ഭൗതികതയിൽ വന്നു ചേർന്ന് ശാപം മാറാൻ പരിഹാരം ഒന്നേകാലില്ല, ഒന്നേയുള്ളൂ, ഉത്സാഹത്തോടെ വേല ചെയ്യുക. ആമേൻ. ഞാൻ പറഞ്ഞ കാര്യം എത്രയൊക്കെ മനസ്സിലായി? ഇന്ന് പകലിൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥനകൾ പലതും നടത്തിയിട്ട്, ഉപവാസങ്ങൾ പലതും നടത്തിയിട്ട്, പേരുകെട്ട പലരെയും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട്, അവർ വന്ന് ശാസിച്ചിട്ട് ചിലത് മാറാതെ നിൽക്കുന്നത്, ചിലത് വഴിമാറാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ നീ എവിടെ വെച്ചോ ഉദാസീനനായി മാറി, എവിടെ വെച്ചോ നീ ഉദാസീനതയായി മാറി. ഇന്ന് പകൽ ആത്മാവ് നിന്റെ മനസാക്ഷിയെ ഉണർത്തുകയാണ്. ഉത്സാഹത്തിലേക്ക് മടങ്ങി വരിക, എരിവിലേക്ക് മടങ്ങി വരിക, ആവേശത്തിലേക്ക് മടങ്ങി വരിക, തീരുമാനത്തിലേക്ക് മടങ്ങി വരിക. ഇന്ന് പകലിൽ നിന്നെ പണിയാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച അവസാനത്തെ ദിവസം നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവം മുൻപാകെ ആത്മഭാരത്തോടെ, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച അവസാനത്തെ ദിവസം നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രകസനത്തിന് വേണ്ടി ട്രാക്ട് കൊടുക്കുന്നതിനകത്ത് കാര്യമില്ല. ഇന്ന് പകൽ ആത്മഭാരത്തോടെ ഈ ട്രാക്ട് ഞാൻ കൈമാറുമ്പോൾ വായിച്ച് അതിനകത്തെഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തോട് ഇടപെട്ട് അതവനെ രക്ഷയിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞ് ആത്മഭാരത്തോടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ച എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആലയത്തിന്റെ 4 ഭിത്തിക്കകത്തും പാട്ടും പ്രാർത്ഥനയും ആരാധനയും കയ്യടിയും കൊണ്ട് ഒതുങ്ങുന്ന ഒരു സാധാരണ ആത്മീയ ജീവിതത്തിന്റെ ഉടമയായി മാറാനല്ല 2026 മെയ് 9 ദൈവം നിന്നെ കാണുന്നത്. ഇന്ന് പകൽ ഇതിന്റെ എല്ലാം ബൗണ്ടറികൾ പൊട്ടിച്ച് ആത്മഭാരത്തോടെ പുറത്തു വരാ. ആമേൻ, 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 ആമേൻ. ആത്മഭാരത്തോടെ ഇതിനകത്ത് ചിലർ എഴുന്നേൽക്കാൻ തയ്യാറായ, ഉത്സാഹമുള്ളവരായി ചിലർ എഴുന്നേൽക്കാൻ തയ്യാറായ, എരിവുള്ള ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ തയ്യാറായ, ഞാൻ അന്യഭാഷയുടെ അകമ്പടി ഇല്ലാതെ ഈ ആത്മാവിൽ ദൈവസഭയെ നോക്കി, അഭിഷക്തനെ നോക്കി ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ സഭയുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തു, ഇതിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തു. ആത്മാക്കൾ കൂട്ടത്തോടെ ഇതിനകത്തേക്ക് ആനയിക്കപ്പെടും, കൂട്ട സ്നാനങ്ങൾ നടത്തപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അതെന്റെ കണ്ണിന്റെ മുമ്പിൽ സംഭവിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചൽപ്പസമയം ആത്മാവിന്റെ നിറവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Hallelujah. Amen. ഇന്നലെ നമ്മൾ ന്യൂസിൽ കണ്ടില്ലേ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഞാനിപ്പോൾ എന്ത് ആത്മഹത്യ എന്ന് പറഞ്ഞ് ഒരുത്തൻ വണ്ടിപ്പുറത്ത് കയറി നിൽക്കുക, പെട്രോളൊക്കെ ഒഴിച്ച്, അല്ലേ? നോക്കിക്കേ, ഇവിടുത്തെ ഇസത്തിന് വേണ്ടി അവൻ വോട്ട് ചെയ്ത ആള് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാകുമെന്നും പറഞ്ഞ് നിൽക്കുക. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, VD സതീശന് വേണ്ടി ഒരുത്തൻ ചാകാൻ റെഡി ആയെങ്കിൽ, ഹലോ, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി കാൽവറിൽ മരിച്ച ഒരുവന് വേണ്ടി ഇന്ന് പകൽ പ്രാണത്യാഗത്തോളം സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. നിനക്ക് ദൈവം അനുവദിച്ച ഈ ആയുസ്, ദൈവം നൽകിയ ഈ ആരോഗ്യം മറ്റെന്തിലേക്ക് നീ ചിലവഴിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവം ഇന്ന് പകൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ, ഉത്സാഹത്തോടെ പൂർത്തീകരിക്കാൻ.
നോക്കുക, അവർ ആ ദൗത്യം വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു? വ്യക്തിപരമായി ഏറ്റെടുത്തു. ഇന്ന് പകൽ വ്യക്തിപരമായി ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? വ്യക്തിപരമായി ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെ കൂടാൻ ആരുമില്ലെങ്കിലും, ഒപ്പം ചേരാൻ ആരുമില്ലെങ്കിലും ഞാൻ റെഡിയാണെന്ന് പറയാൻ, ഞാൻ ഉണ്ടെന്ന് പറയാൻ മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു ശക്തികൾക്കും ഒരു മനുഷ്യനും നിന്നെ പിടിച്ച് കെട്ടാൻ കഴിയാത്ത വിധത്തിൽ ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോശയോട് വിക്കനായ തടിച്ചു നാമുള്ള മോശയോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒഴിയാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ചേ, ആ ദൗത്യം മോശയെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു? ഇനി നമുക്കറിയാവുന്ന ഭാഗം കൊണ്ട് വിശദീകരിക്കില്ല. ചെങ്കട തീരത്ത് വന്ന് നിൽക്കുക. നമ്മളതിൻ്റെ ഈ ജനത്തിൻ്റെ ആ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു 30 ലക്ഷം ആളുകൾ, ഏകദേശമാണ് 30 ലക്ഷത്തോളം ആളുകൾ എല്ലാം കൂടെ ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുക? ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക. വന്ന് നിൽക്കുമ്പോൾ ജനനായകനായ മോശ മുന്നിൽ നിൽക്കുന്നു. 30 ലക്ഷം പേര് മോശയോട് പറഞ്ഞ കാര്യം എന്നാ? പതിനം പറഞ്ഞ അവരെന്ത് ചെയ്തു? മോശയുടെ നേരെ എന്ത് ചെയ്തു? സഹോദരന്മാരോട് ഒന്ന് പറഞ്ഞു എന്ത് ചെയ്തു? പിറുപിറുത്ത്. എന്താ ഈ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവോ? എൻ്റെ പൊന്നു പാസ, ഈ പഞ്ചായത്തിലൊന്നും അങ്ങനെയുള്ള ഇടപാടൊന്നും. എന്താ ഈ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം തന്നെ ആവർത്തിച്ച് അമ്മായിമ്മ അങ്ങോട്ടിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു, പിന്നെ തിരിച്ചു കയറിയപ്പോൾ എന്ന് പറഞ്ഞു. അത് കേട്ട് നിന്ന മരുമോള് വേറെ ഇങ്ങനെ എന്ത് ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഒരു കാര്യം തന്നെ പല ആവർത്തി. ഇത് ഒരാൾ തന്നെ നമ്മളോട് പല ആവർത്തി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദൈവസന്മാർ എന്നോട് ശ്രദ്ധിക്കണേ, ഒറ്റയ്ക്ക് നിൽക്കുന്ന മോശയോട് എത്ര പേരാ പറയുന്നേ? പറഞ്ഞേ, 30 ലക്ഷം പേര്. ഇത് ഒരു വിശ്വാസി നമ്മുടെ നേരെ പറഞ്ഞാൽ നമ്മുടെ ഇടപാട് തെറ്റും. അപ്പൊ 30 ലക്ഷം എണ്ണം ഒരുത്തന്റെ നേരെ നിന്ന് എന്ത് ചെയ്യുക? അപ്പോൾ ഇത് കേൾക്കേണ്ടി വന്ന മോശയുടെ മാനസികാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. മുമ്പിലോട്ട് നോക്കിയ വലിയ ചെങ്കടല്, 2 വശത്ത് ഭയങ്കര മല, പുറകിൽ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യുക? പറവനും കൂട്ടരും ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കിക്കേ, 30 കൂടെ ഉണ്ടായിരുന്ന സകല എണ്ണം കൂടെ എന്ത് ചെയ്യുക? പെറുപെറുക്കുക. ഇത് കേൾക്കേണ്ടി വരുന്ന മോശയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോശയെ മാറ്റിയിട്ട് നമ്മൾ ആരെങ്കിലും മുന്നിൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ആ കടലിൽ ചാടി അപ്പം തീർന്നേനെ. പക്ഷെ മോശ എന്ത് ചെയ്തില്ല? നിരാശപ്പെട്ടോ? മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇന്ന് പകൽ ഒറ്റയ്ക്ക് നിന്ന് പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ ഒരുവൻ തയ്യാറായപ്പോൾ ഒരു സമൂഹത്തിന്റെ വിടുതലാണ് അവിടെ നടന്നത്. ഇന്ന് പകൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലോ, ദൗത്യ നിർവഹണത്തിനകത്ത് പുറകോട്ട് പോകാതെ നിന്ന് നിന്നിലൂടെ ഒരു സമൂഹത്തെ പുറത്തു കൊണ്ടുവരാ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഗിദെയോനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചു. ഒറ്റയ്ക്ക് നിന്ന് ശിംശോനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചു. ഒറ്റയ്ക്ക് നിന്ന് പത്രോസിനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചു. ഒറ്റയ്ക്ക് നിന്ന് പൗലോസിനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചു. അങ്ങനെയെങ്കിൽ വട്ടപ്പാറയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലോ പിന്മാറത്തില്ലെന്ന് പറഞ്ഞ് ചുവടുറപ്പിച്ചു നിൽക്കാൻ കരുത്തുള്ള ഒരുവനുണ്ടെങ്കിൽ, ഒരുവളുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഈ പട്ടണത്തെ കീഴ്മേൽ മറിക്കത്തക്ക വിധത്തിലുള്ള ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ഇനി അവർ പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം? ഓരോ മരം. ഇനി എവിടെ പോയി മുറിക്കാന്നാ പറഞ്ഞേ? എവിടെയാ? യോർദാൻ എന്ന് പറഞ്ഞാൽ, യോർദാനെ കുറിച്ച് നമുക്കറിയാം, ഒത്തിരി വിശേഷതകൾ പറയാനുണ്ട്. പക്ഷെ സമയത്ത് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അധികം ആളുകൾ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് ഏത് സ്ഥലം? യോർദാൻ. ആ യോർദാനിലേക്കാണ് പോകാൻ ഇവർ എന്ത് ചെയ്തത്? ഇവര് തയ്യാറായത്. നമുക്ക് ഇഷ്ടമാണ്, എല്ലാവരും പോകുന്നിടത്ത് പോകാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? ഇത് പകൽ ഞാൻ പറയട്ടെ, എല്ലാവരും ചെയ്യുന്നത് ചെയ്യുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തമായതൊന്ന്, വേറിട്ട ഒന്ന്, പ്രത്യേകാൽ ഒന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ആരുണ്ടോ അവനെ ദൈവം ഉപയോഗിച്ചിരിക്കും.
എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? തെളിവ് തരാം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഈ പൗലോസും ശീലാസും കൂടെ ഇങ്ങനെ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് എന്ത് ചെയ്തു? പോയി. എവിടെ പോയി? എന്നെ അന്വേഷിച്ച നമ്മൾ അന്വേഷിക്കാത്തൊരു കാര്യമാണ് അല്ലേ? പൗലോസ് ശീലാസ് പ്രാർത്ഥന അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പുഴവക്കത്തെത്തി. അപ്പം അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറയുക, പൗലോസ് ഒരു നല്ല പരസ്യോഗം എന്ത് ചെയ്തു? ഈ നമ്മൾ ഈ പരസ്യോഗം എന്ന് പറയുന്ന ഈ നാക്കവലിലും മുക്കവലിലും ഒക്കെ നിന്ന് നടത്തുന്ന യോഗത്തിനല്ലേ? ആണോ? അതെ. പക്ഷെ അത് മാത്രമാണോ നമ്മുടെ ഏത് യോഗ രഹസ്യയോഗമുള്ളത്? ഏതെങ്കിലും ഒരു യോഗം രഹസ്യയോഗം ഉണ്ടോ? നമ്മൾ നടത്തുന്ന എല്ലാ യോഗവും. ഇനി നാളത്തെ ഒരു മീറ്റിംഗിന് 2 പേരേ ഉള്ളെങ്കിലും 50 പേരുടെ ബഹളമായിരിക്കും ഇതിനകത്ത് കിടക്കണം അല്ലേ? അപ്പൊ പെന്തക്കോസ്തുകാരുടെ ഒരു യോഗവും എന്തല്ല, സകല യോഗവും. പിന്നെ നമ്മളതിങ്ങനെ കവലെ നിൽക്കുന്നുണ്ടെങ്കിൽ പരസ്യയോഗം എന്ന് പറയുന്നത്. ഇനി പരസ്യയോഗമൊക്കെ നടത്തി അതിൻ്റെ അവസാനം പൗലോസ് ഓർഡർ കോളിംഗ് നടത്തി രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും. അപ്പോൾ ആളുകളുടെ കൂട്ടത്തിൽ ഒരു ആൻറ്റി കൈ പൊക്കി. പേര് പറയാമോ? ആരാണ്? ലൂദിയ. ലൂദിയ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അവിടം വിട്ട് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സഹോദരി പുറകെ വന്നിട്ട് പറഞ്ഞു, അത്യുന്നതനായ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ദൂത് കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ? പൗലോസും ശീലാസും വാസ്തവത്തിൽ എന്താണോ അതാണെന്നല്ലേ പറഞ്ഞേ അല്ലേ? അപ്പൊ കേട്ട പൗലോസും ശീലാസും വാസ്തവത്തിൽ അതിന് ആമേൻ പറയുകയല്ലേ ചെയ്യണ്ടേ? ആണോ അല്ലയോ? ഇന്നത്തെ ഏതെങ്കിലും റവറൻഡും പൗലോസും ആയിരുന്നെങ്കിൽ, പൗലോസും ശീലാസും ആയിരുന്നെങ്കിൽ എത്ര പോലും പൊങ്ങിന്ന് ചോദിച്ചാൽ മതി. അയ്യോ, ആന്റിയുടെ വെളിപ്പാട് എന്നാ വെളിപ്പാടാ! നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പച്ചിലെ കത്രിയം പോലെ. ഇതുപോലൊരു വെളിപ്പാട് പറഞ്ഞ ആന്റിയെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഗ്ലോറി, രക്തം, ജയം എന്നൊക്കെ നമ്മൾ പറഞ്ഞേരെ. പക്ഷെ പൗലോസ് ഇതിന് ആമേൻ പറഞ്ഞോ? എല്ലാ ദൂതിനും ആമേൻ പറയാൻ നിൽക്കരുതേ. ഹലോ, എല്ലാ ദൂതിനും ആമേൻ പറയാൻ, എല്ലാവരും പറയുന്ന എല്ലാ ദൂതിനും കൈയടിക്കാൻ നിൽക്കരുത്. പറയുന്നത് ഏതാത്മാവിലാണെന്ന് തിരിച്ചറിയാനുള്ള വിവേചന വരം കൂടെ ദൈവമക്കൾ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വന്ന് പെന്തക്കോസ്തുകാർക്കിടയിൽ ഒത്തിരി പ്രശ്നമാണ്. എന്നാ കേട്ടാലും കൈയടിക്കാൻ കുറേ എണ്ണമുണ്ട്. ആര് വന്നാലും തല കുനിച്ചു കൊടുക്കാൻ ചിലതൊക്കെയുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനും ആമേൻ പറയരുത്. എല്ലാവരുടെയും കൈക്കീഴിൽ തലവെച്ചു കൊടുക്കരുത്. അവരിൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേചന വരം പ്രാപിച്ചിരിക്കണം ദൈവമക്കൾ. അപ്പോൾ പൗലോസ് തിരിഞ്ഞു നിന്ന് അവളിലുള്ള ഭൂതത്തെ എന്ത് ചെയ്തു? ശാസിച്ച മാത്രയിൽ ഭൂതം എന്ത് ചെയ്തു? ഇന്ന് ശാസനക്കാരുടെ എണ്ണം കുറവായിട്ടല്ല, പോകേണ്ട പലതും പോകാത്തത്. ഹലോ, ഈ പണ്ടൊക്കെ ഈ ഭൂതത്തെ ഇറക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആദ്യത്തെ സെക്ഷനിൽ യോഗം നടക്കുമ്പോഴത്തേക്ക് വചന ശുശ്രൂഷ ഇടയ്ക്ക് ഒരാൾക്ക് ഇളകിയെന്ന് വിചാരിക്കുക. ഇവിടെ ആരും ഇളകരുതേ, ഇളകിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇളകി കഴിയുമ്പോൾ അതിങ്ങനെ വെളിപ്പെട്ട് അങ്ങ് നിൽക്കും. പക്ഷേ എന്ത് ചെയ്തില്ല? പോകത്തില്ല. അപ്പോഴത്തേക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് പാസ് പറഞ്ഞ് നമ്മൾ ഈ സെക്ഷൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് അല്പസമയ വിശ്രമാനന്തരം നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നു പറയും. ഇതങ്ങോട്ട് പറഞ്ഞു തീരുകയും വന്നതിൽ 3/4 എണ്ണവും എന്ത് ചെയ്യും? വന്നതിനേക്കാൾ വേഗത്തിൽ. അങ്ങനെ പോയവരുടെ കൂട്ടത്തിരിക്കുന്ന പലരും കൂടി ഇരിപ്പുണ്ട്, പോട്ടെ അല്ലേ? പലതും എന്ത് ചെയ്യും? പിന്നെ പോയിട്ട് കുറച്ച് പേര് കാണും. അപ്പൊ ഇവരെല്ലാം കൂടി എന്ത് ചെയ്യും? വട്ടത്തില് അല്ലേ? അങ്ങനെയല്ലേ പണ്ട്? റൗണ്ടിലിരുത്തും. എന്നിട്ട് ഈ ഭൂതം ബാധിച്ചതിനെ പിടിച്ചെന്ത് ചെയ്യും? പ്രൈസ്. അങ്ങനെ നടുക്കിരുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? പോട്ടെ. അപ്പൊ ഈ നടുക്കിരുത്തിയിട്ട് പിന്നെ നമ്മളൊരു പ്രാർത്ഥന കൊണ്ട് തുടങ്ങി പാട്ടൊക്കെ പാടി, ആ പാട്ടി പിന്നെ അന്യഭാഷയിലെ ആത്മാവിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ സംഗതി അങ്ങോട്ട് ഇളകും. നോക്കിക്കേ, വരപ്രാപ്തനായ ദൈവദാസൻ കൈ വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂതം എന്ത് ചെയ്യും? വിട്ടു പോകും. അങ്ങനെ ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. ഇന്ന് ആ സിസ്റ്റം ഉണ്ടോ? ഇല്ല. എന്നാ കാര്യം? ഭൂതം ബാധിച്ചവരാരും പഞ്ചായത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ? സഭയിൽ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, വട്ടത്തിലിരിക്കാൻ കൃപയുള്ള ഓർണം പോലും ഇല്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ ഇടപാട് നിന്ന് പോയത്. പോട്ടെ, നോക്കുക, ഈ സ്ത്രീയുടെ ഈ സഹോദരന്റെ ഭൂതത്തെ പുറത്താക്കി. കിട്ടിയ പ്രതിഫലം കാരാഗ്രഹം. കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു? നോക്കുക, ലൂദിയായെ മാനസാന്തരപ്പെടുത്തി ഒരു പെങ്കൊച്ചിന്റെ ഭൂതത്തെ പുറത്താക്കി. അടുത്ത കിട്ടിയ പ്രതിഫലം എന്താണ്? കാരാഗ്രഹം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്നലെ വരെ ചെയ്ത ശുശ്രൂഷയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ഇന്ന് കിട്ടിയില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. നീ ചെയ്തത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം പ്രതിഫലം തന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വിടുക, മുന്നോട്ട് വരട്ടെ. കാരാഗ്രഹത്തിൽ ചെന്നു. അവർ അവിടെ കിടന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ എന്ത് ചെയ്തു?
ആരാധിച്ചു, പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ ആരാധിച്ചു. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം വിളക്കി. കാരാഗൃഹത്തിന്റെ പ്രമാണി എന്ത് ചെയ്തു? അന്ന് രാത്രി വിടുവിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അവനെ മുക്കിപ്പൊക്കി ദൈവസഭയുടെ അംഗമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണ് ചോദിച്ചാൽ, സാഹചര്യങ്ങൾക്ക് വിധേയപ്പെട്ട മനസ്സ് മടുത്ത് നിങ്ങൾ ആരും പുറകോട്ട് പോകരുത്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ മാനിപ്പാൻ മതിയായ ദൈവമാണ്. തിരിച്ചു വരുന്നു, ശ്രദ്ധിച്ചേ. അധികം ആളുകൾ പോകാൻ താല്പര്യപ്പെടാത്തൊരു സ്ഥലമാണ് ആര് തിരഞ്ഞെടുത്തത്? ഈ ശിഷ്യന്മാര് ഞങ്ങൾ യോർദാനോളം ചെന്നെന്ത് ചെയ്യാം അല്ലെ? യോർദാനോളം ചെന്ന്, മരണ യോർദാൻ, അനേകരുടെ പ്രാണനെ കവർന്നെടുത്ത ഇടമാണ് യോർദാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ സ്ഥലം അവർ തിരഞ്ഞെടുക്കുവാൻ ഇടയാ. സമയത്തെ ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് വരാം. നോക്കിക്കേ, ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, അധികം ആളുകൾ ഇഷ്ടപ്പെടാത്ത, അധികം ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത, അധികം ആളുകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന് ചെയ്യാൻ നിന്റെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നീ തയ്യാറാകരുത്. അതിന്റെ കാരണം ആ വിശേഷാൽ ഒന്ന് നിന്റെ മേൽ മാത്രമാണ് ദൈവം കൈമാറിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശേഷാൽ ഒന്ന് ദൈവം നിങ്ങളുടെ മേൽ മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. അത് മറ്റാർക്കുമുള്ളതല്ല, അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് നീ തിരഞ്ഞെടുക്ക, അത് നീ വ്യയം ചെയ്യാൻ തയ്യാറായ ദൈവം അതിലൂടെ നിന്നെ ഉയർത്തുവാനിടയായി തീരും. സ്തോത്രം, സ്തോത്രം. നീ ശ്രദ്ധിച്ചേ, അവർ യോർദാനിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോഴത്തേക്ക് ഒരുത്തൻ പറഞ്ഞു, യജമാനനും ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരിക. യജമാനൻ ഞങ്ങളുടെ കൂടെ, യജമാനനും പോയി. ഇനി ശ്രദ്ധിച്ചേ, ഇവരെല്ലാം വരിവരിയായിട്ട് പോവുകയാണ്. ഇവരുടെ കൈവശം എന്നാ ഉണ്ട്? മരം മുറിക്കാനുള്ള എന്തുണ്ട്? കോടാലി. അപ്പൊ കോടാലിയൊക്കെ തോളെ വെച്ച് ഇവരിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ തലയ്ക്ക് പോകുന്നവനാണ്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഈ എലീശായോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോരണമേ എന്ന് പറഞ്ഞവൻ ഏറ്റവും തലയ്ക്ക് പോയവനായിരിക്കും. അപ്പൊ ഈ മുന്നേ പോകുന്നവന്റെ ആ ഉത്സാഹവും ആവേശവും എല്ലാം കണ്ടപ്പോൾ പുറകെ പോകുന്ന ആളുകളുടെ കമന്റ് എന്തായിരിക്കും? അവൻ്റെ ഒരു പോക്ക് കണ്ടോ, അവൻ്റെ ഒരു തുള്ളൽ കണ്ടോ, അവൻ്റെ ഒരു ചാട്ടം കണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും? കമന്റ് പറയാൻ നമ്മളാരും പുറകിലല്ലല്ലോ, അല്ലേ? ഇനി ശ്രദ്ധിക്കുക, യോർദാനിൽ ചെന്നു, മരം മുറിച്ചു. എല്ലാവരും കൂടെ കൂടി എന്ത് ചെയ്യാണ്? മരം മുറിക്കുക. അപ്പോൾ അതിൽ ഒരുത്തന്റെ കോടാലി എന്ത് ചെയ്തു? ഊരി. അപ്പൊ ഇവന് ഈ ഓരോരുത്തർ ഓരോ മരം മുറിക്കാന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവർ ഈ മരം മുറിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരുവന്റെ കോടാലി എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി. അപ്പോൾ ഇവന്റെ കൈവശം ഇപ്പൊ എന്നേ ഉള്ളൂ, കോടാലി. കയ്യിൽ കൈ അടി വന്ന് നിൽക്കുക. നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞേ, വലിയൊരു വനമാണ്. ആ വനത്തിനകത്ത് ഓരോരുത്തരും എന്ത് ചെയ്യുക? മരം മുറിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഒരുത്തന്റെ കോടാലി എന്ത് ചെയ്തു? ഊരി. ഏത് വെള്ളത്തിലെ പോയി? യോർദാന്റെ തീരത്തല്ലേ ഇവർ വെട്ടുന്നേ. അപ്പൊ കോടാലി എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി. ഇപ്പൊ കയ്യിൽ എന്തേ ഉള്ളൂ? ഇനി ശ്രദ്ധിച്ചേ, കയ്യിൽ കോടാലിക്കൈ മാത്രമായി നിൽക്കുന്ന ഈ നിരായുധനായ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിച്ചേ. അവനിപ്പോൾ ആയുധം നഷ്ടപ്പെട്ടവനായിട്ട് നിൽക്കുക, അല്ലേ? ഇനി ഈ കൂട്ടത്തിലുള്ള ബാക്കി ശിഷ്യന്മാരെ എല്ലാവരും കൂടെ മാറ്റിയിട്ട് നമ്മളെ എങ്ങോട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ആയുധം നഷ്ടപ്പെട്ട് കോടാലിക്കൈ മാത്രം കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടാൽ നമ്മൾ വെറുതെ വിടുവോ? പറ, വെറുതെ വിടുവോ പാസ്റ്ററെ? ഇല്ല. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയടി നേരെ അങ്ങോട്ട് ചെയ്യും, ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്യും. എന്നിട്ടൊരു നല്ലൊരു ക്യാപ്ഷൻ എന്ത് ചെയ്യും? കോടാലി നഷ്ടപ്പെട്ട ഡാഷ് ഡാഷ് ഡാഷ്, അല്ലേ? പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റൊക്കെ എന്തൊക്കെ വരും? അവ ഇവൻ്റെ കോടാലി പോകുമെന്ന് പണ്ടേ ഞാൻ പ്രവചിച്ചതാ ആദ്യത്തെ കമൻറ്റ്, അല്ലേ? പിന്നെ വരുന്ന കമൻറ്റിൻ്റെ ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ശിഷ്യനെ നമുക്ക് കാണാൻ കഴിയും. ഇവന്റെ ഈ ആയുധം നഷ്ടപ്പെടുവാൻ കാരണം ശ്രദ്ധിച്ചേ, ഇവൻ ഏറ്റെടുത്ത ദൗത്യ നിർവഹണത്തിൽ വിശ്രമിക്കാൻ തയ്യാറാകാതെ ആ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ നിന്നത് നിമിത്തമായി അവന്റെ ഈ അധ്വാനത്തിൽ ചില നഷ്ടങ്ങൾ അവന് സംഭവിച്ചിട്ടുണ്ട്.
ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഏറ്റെടുത്ത ദൗത്യ നിർവഹണത്തിനകത്ത് ഹല്ലേലൂയ വിശ്രമരഹിതയായി നീ അധ്വാനിക്കുമ്പോൾ ഒരുപക്ഷെ ചില നഷ്ടങ്ങൾ, ചില പരാജയങ്ങൾ, ചില വേദനകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില അവഗണനകൾ നീ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതിനോട് കൂടെ നിന്നെ എന്നേക്കുമായി തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. ഇന്ന് പകൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്നവനായ ഒരു ദൈവമുണ്ട്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ശ്രദ്ധിച്ച്, ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇവൻ ഇങ്ങനെ ആയുധം നഷ്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ നോക്കുക, ഇവൻ വന്ന് യജമാനൻ പറഞ്ഞു, യജമാനന് എൻ്റെ ആയുധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഞാൻ വായ്പ വാങ്ങിയതായിരുന്നു, എനിക്കത് തിരിച്ചു നൽകേണ്ടതാണ്, അതുകൊണ്ട് അതെനിക്ക് മടക്കി ലഭിക്കണമെന്ന് പറഞ്ഞ് അവൻ ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ ചെയ്തൊരു കാര്യം, ഒരു പച്ചക്കമ്പ് വെട്ടി ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഇനി എൻ്റെ പ്രമേയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നോക്കുക, അവൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ആയുധം ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുവാനിടയായി തീർന്നു. എന്നാൽ നോക്കുക, പ്രവാചകൻ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇട്ടപ്പോൾ അത് ഇട്ട മാത്രയിൽ ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ആ ഇരുമ്പായുധം പൊങ്ങി വരുവാൻ തക്കവണ്ണമിടയായി. ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തിയാണ് അവിടെ വെളിപ്പെടുവാനിടയായത്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, 200 പതിറ്റാണ്ടിന്റെ ചരിത്രം പഠന വിധേയപ്പെടുത്തു. ഒരു പച്ചക്കമ്പിന്റെ ആകർഷണം കൊണ്ട് ഒരു ഇരുമ്പായുധത്തെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇരുമ്പിനെ ഉയർത്താൻ കാന്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ പറയട്ടെ, ആ പച്ചക്കമ്പിനകത്ത് ഒരു കാന്തിക ശക്തി വ്യാപരിപ്പിച്ച് വെള്ളത്തിന്റെ അടിയിലേക്ക് ആണ്ടുപോയ ഇരുമ്പായുധത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, തിരിച്ചു പിടിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, തിരിച്ചു പിടിക്കാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ, ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയതിന് ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് വിധി പറഞ്ഞതിന് തിരികെ പിടിക്കത്തക്ക വിധത്തിൽ ഒരു കാന്തിക ശക്തി വ്യാപരിപ്പിച്ച് ഇന്ന് പകലിൽ നഷ്ടപ്പെട്ടതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് മടക്കി നൽകുന്നവനായ ഒരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പച്ചക്കമ്പിനകത്ത് കാന്തിക ശക്തി വ്യാപരിപ്പിച്ച് ആഴിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ആ ഇരുമ്പായുധത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് പോലെ. ആമേൻ. ഇനി നിങ്ങൾ മനസ്സുകൊണ്ടത് യോർദാനിലേക്ക് വന്നേ. നോക്കിക്കേ, ആ വെട്ടിയിട്ട കമ്പ് വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നു. നോക്കുക, വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന കമ്പിനോട് തൊട്ടുരുമി കോടാലി വന്ന് നിൽക്കുകയാണ്. ആ ഇരുമ്പും പച്ചക്കമ്പും ഇങ്ങനെ മുട്ടി ഉരുമി നിൽക്കുമ്പോൾ നോക്കുക, പ്രവാചകൻ പറയുന്നു ശിഷ്യനോട്, നീ അത് എടുത്തുകൊള്ളുക, നീ അതെടുത്തുകൊള്ളുക. അവൻ കൈകെട്ടി പുറകോട്ട് മാറാതെ, അകലം പാലിച്ച് നിൽക്കാതെ തന്റെ വലങ്കൈ നീട്ടി ഉയർന്നു വന്ന ആ ആയുധം അവൻ തിരികെ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, നഷ്ടപ്പെട്ടു പോയെന്ന് നീ പറയുന്ന ആ കൃപാവരത്തെ, ആ ദൈവകൃപയെ, ആ ശുശ്രൂഷയെ, ആ അഭിഷേകത്തെ ഇന്ന് പകലിൽ മടക്കി നൽകി നിന്നെ പുനരുദ്ധരിക്കാൻ, പുതിയതൊന്നിന് വേണ്ടി ഉപയോഗിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രവാചകൻ അവനോട് പറയുന്നു, നീ അത് എടുത്തുകൊള്ളുക. അവൻ കൈ നീട്ടി അത് എടുക്കുവാനിടയായി. ഇന്ന് പകലിൽ കൈ നീട്ടി അതെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം ഏൽപ്പിച്ച പലതും
പല സാഹചര്യങ്ങളുടെ പേര് പറഞ്ഞ് പല കാരണങ്ങളെ ചൊല്ലി ഹല്ലേലൂയ പലതും അവസാനിപ്പിച്ചവരെ, ഹല്ലേലൂയ കുഴിച്ചു മൂടിയവരെ, വേണ്ടെന്ന് വച്ച് പുറകോട്ട് പോയവരെ, ഇനി ഞാൻ ഇതിന് ഇല്ലെന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ആ നിലവാരത്തിൽ ഇനി മുന്നോട്ട് വിടാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ പവർ മീറ്റിംഗ് നിന്നെ മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ്. നിന്നെ ആ ശുശ്രൂഷയിലേക്ക്, ആ ദൈവകൃപയിലേക്ക്, ആ അഭിഷേകത്തിലേക്ക്, ആ നിയോഗത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ മടങ്ങി വരാ എനിക്ക് മനസ്സാണെന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ അവർ അല്പസമയം ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ എൻ്റെ ദൂത് ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം അധരങ്ങളെ തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ ബൈബിൾ, ബാഗ്, മൊബൈൽ എല്ലാം ഇരിപ്പിടങ്ങളിലേക്ക് വെച്ച അനന്തരം എല്ലാവരും സ്വസ്ഥാനത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അനുബന്ധമായി ഒരു ഗാനങ്ങൾ പാടുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ കൊയർ ടീം ദയവായി സജ്ജമാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും ഇനി ഹാൾ വിട്ട് ഇറങ്ങിപ്പോകരുത്. ഇന്ന് പകൽക്കാലം മുഴങ്ങിയ ദൈവവചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. അവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വാത്സല്യ സഹോദര, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, മാതാവേ, അഭിഷിക്തന്മാരായ പ്രിയ ദൈവദാസന്മാരെ, ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ വന്ന് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു. നിഷ്ക്രിയനായി നിൽക്കാൻ അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവം ഏൽപ്പിച്ചത് അവസാനിപ്പിച്ച് കളയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം അവരുടെയും ഇവരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് ദൈവം നിന്നെ വിശ്വസ്തനെന്ന് കണ്ട് നിന്റെ മേൽ ഫലമേൽപ്പിച്ചത് ഹല്ലേലൂയ കുഴിച്ചിടാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഒരു മടങ്ങി വരവിൻ്റെ പകലാക്കി മാറ്റാൻ, തിരിച്ചു വരവിൻ്റെ ദിവസമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. സമർപ്പിക്കാൻ നിനക്ക് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, തിരിച്ചു വരാൻ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ, നിന്നെ കൈവിട്ട് കളയുന്നവനല്ല കർത്താവ്. ഇന്ന് പകൽ അവൻ പറയുന്നു, നീ അത് എടുത്തുകൊള്ളുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പസമയം എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സമർപ്പിക്കുന്ന നിന്റെ മേൽ, വിധേയപ്പെടുത്തി കൊടുക്കുന്ന നിന്റെ മേൽ ഇന്ന് പകൽക്കാലം അസാധാരണമായ ഒരു അഭിഷേകത്തെ ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൂടെ കൂടാൻ ആളുണ്ടെങ്കിൽ, ഒപ്പം ചേരാൻ ആളുണ്ടെങ്കിൽ എന്തും ചെയ്യുന്നവന് ദൈവത്തിന് വേണ്ട. ഇന്ന് പകൽക്കാലം കൂടെ ചേരാൻ ആരുമില്ലെങ്കിലും, ഒപ്പം ചേരാൻ ആരുമില്ലെങ്കിലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ദൈവരാജ്യ വ്യാപനത്തിനായി ഞാൻ ഉണ്ടെന്ന് പറയാ. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് ഞാൻ റെഡിയാണെന്ന് പറയാ. ദൈവപ്രവൃത്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്താൻ ഞാൻ റെഡിയാണെന്ന് പറയാ. ആഗ്രഹിക്കുന്ന എത്ര യൗവനക്കാർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. ഇന്ന് പകൽ അല്പസമയം ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാൽ. ദയവായി നിങ്ങളുടെ ഇടം കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വലങ്കരം ദൈവ മുൻപാകെ ഒന്ന് മലർത്തി പിടിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയംഗമായി സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ഇടം കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് വലങ്കൈ ദൈവ മുൻപാകെ മലർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ അത് എടുത്തുകൊള്ളുക.
നീ അത് എടുത്തുകൊള്ളുക. ഇന്ന് പകലിൽ തിരിച്ചു പിടിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയി, കഴിഞ്ഞു പോയി, ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് സ്വയം വിധി പറഞ്ഞ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിഷ്ക്രിയയായി അലസമായ മനോഭാവത്തോടെ ആത്മീയ ജീവിതത്തെയും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും നോക്കി കണ്ടുകൊണ്ട് ജീവിതത്തിൽ സകല പ്രതീക്ഷകളും തകർന്നവനെ പോലെ, തകർന്നവളെ പോലെ, പണ്ടത്തെ പോലെ ഒരു നല്ല ശുശ്രൂഷയുടെ കാലം എനിക്കിനി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. ഹോ, രക്തത്താഴ്ചയും നിന്റെ കണ്ണുനീരിന്റെ മറുപടി എന്ന വണ്ണം, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന വണ്ണം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ദൂത് നിനക്കായി കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയം തുറന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങുക. നിറകണ്ണുകളോടെ ദൈവസ്ഥലിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങുക. ഇന്ന് പകൽ അസാധാരണമായ ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റുന്നതിന് പര്യാപ്തമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ അടിയറവ് പറയിപ്പിക്കുന്ന, പൈശാചിക മേഖലകളെ തകിടം മറിക്കുന്ന, ദൈവ പ്രവർത്തിക്കെതിരെ ദേശത്ത് തല ഉയർത്തുന്ന പൈശാചിക വ്യാപാരങ്ങളുടെ അടിവേരിളക്കാൻ കഴിയുന്ന ഒരു ദൈവ ശക്തിയുടെ വ്യാപാരം. ദൈവകൃപ ഇന്ന് പകൽ ആ ശക്തി ആർജിക്കാൻ, ആ ദൈവകൃപ ഏറ്റെടുക്കാൻ, ആ നിയോഗം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അധരങ്ങളെ തുറന്നു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക.